ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് ഈദിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി അറേബ്യൻ മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പുഡിങ്ങാണിത്. എങ്ങനെ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള 3 മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 മാങ്ങ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മാങ്ങ എന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത മാങ്ങ ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റായിട്ട് നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതോടെ സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഞാൻ ഈ ഒരു ടൈപ്പ് കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകും. ഇപ്പോൾ ഇതാ കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാംഗോൻ്റെ മിക്സ് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ പുഡിങ് തയ്യാറാക്കുന്ന ഒരു ട്രേക്ക് അനുസരിച്ചിട്ട് വേണം ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു ട്രേയിലാണ് ഇത് പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ പുഡിങ്ങിൻ്റെ ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ എണ്ണത്തിൽ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ട്രേയിൽ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മാംഗോ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു മാംഗോ മാറ്റി വെച്ചിട്ടില്ല, ആ ഒരു മാംഗോ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള കസ്റ്റർഡ് മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് മാംഗോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ 15 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് എടുത്ത് വെക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ മിക്സിൽ നിന്ന് കുറച്ച് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് പിസ്ത സ്ലൈസസ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
ഡെക്കറേഷൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ബാക്കിയുള്ള മാംഗോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അറേബ്യൻ മാംഗോ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനും കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും